ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതായത് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരാൻ പോവുകയാണ്. ഈ മാസം 15-ാം തീയതി തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനം കഴിഞ്ഞ PSC യോഗത്തിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ വിശദമായ വിവരങ്ങൾ പുറത്തു വന്നത്. ഇനിയും അതിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ ഏതാണ്ട് 120-ലധികം അഡ്വൈസുകൾ ഈ ഒരു തസ്തികയിലേക്ക് നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടെന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. 1/9/2025 നടന്ന യോഗ തീരുമാനപ്രകാരമാണ് ഈ ഒരു ഡിസിഷൻ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് നിലവിൽ അറിയാം PSCയുടെ രീതി വളരെയധികം മാറിയിരിക്കുകയാണ്. അതായത് എക്സാമിനേഷൻ വളരെ അപ്ഡേറ്റ് ആയി പോവുകയും ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിലാണ് PSC ചിട്ടയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ഒരു മാറ്റവും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന 15-ാം തീയതി തന്നെ തീർച്ചയായിട്ടും PSC പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തയ്യാറെടുപ്പുകളും അതനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. ഇവിടെ അവസാനം നടന്ന എക്സാമിനേഷന്റെ രീതികൾ നമുക്കൊന്ന് അസസ് ചെയ്യാം. അവസാനമായിട്ട് എക്സാമിനേഷൻ നടക്കുന്നത് 2021 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമാണ്. അന്ന് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ നമ്പർ എന്ന് പറയുന്നത് 124/2020 എന്നുള്ളതായിരുന്നു. അന്ന് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി യോഗ്യത ഉണ്ടായിരുന്നത് BTech സിവിൽ കെമിക്കൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് ഫ്രം UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. ഒന്നുകൂടി ഞാൻ പറയാം. അതായത് BTech സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാം, BTech കെമിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാം, BTech എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓർ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഈ യോഗ്യതയുള്ളവരെ പ്രിഫറൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും എന്ന് കൂടി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോഴുള്ളൊരു സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 55,200 രൂപ മുതൽ 1,15,300 വരെ പേ സ്കെയിൽ കിട്ടുന്ന ഉയർന്ന ശമ്പളമുള്ളൊരു പോസ്റ്റാണ്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. OBC SC ST വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സളവായിട്ടുള്ള 3 വയസ്സും 5 വയസ്സും ഇളവ് ലഭിക്കുന്നതായിരിക്കുമെന്നത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഈ ഒരു എക്സാമിനേഷന്റെ അഡ്വൈസിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഈ ഒരു കാറ്റഗറി നമ്പർ അതായത് 124/2021 എന്ന കാറ്റഗറി നമ്പർ നടന്ന ഈ എക്സാമിനേഷനിൽ DOE വന്നിരിക്കുന്നത് 5/5/2023 അന്ന് ഈ ഒരു എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കായി വന്നത് 41.33 മാർക്കും മാക്സിമം മാർക്കായിട്ട് വന്നത് 74 മാർക്കുമായിരുന്നു. അത് ടെസ്റ്റിന്റെ മാർക്കാണ്. ഇനിയും കാൻഡിഡേറ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 470 പേരായിരുന്നു. ഈ 470 പേര് ഉൾപ്പെട്ടതിൽ നിന്ന് 121 പേർക്ക് ഇതിനോടകം തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യത ഇതിലുണ്ട്. ഇതുപോലെ തന്നെ ഇനി വരുന്ന എക്സാമിനേഷനിലും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക. കാരണം ഈ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പയർ ചെയ്താൽ കിട്ടാൻ എളുപ്പവും ഒപ്പം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോയി ക്രാക്ക് ചെയ്താൽ നിങ്ങളുടെ കരിയറിൽ കിട്ടാവുന്ന ബെറ്റർ ഓപ്പർച്യൂണിറ്റിയുമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്മൾ ഈ ഒരു പരീക്ഷയിൽ കണ്ടതാണ്. ഇതിന്റെ കട്ട് ഓഫും ഇതിന്റെ ഹയർ സ്കോറും നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും അതിൽ നിന്ന് നിയമനം കിട്ടിയ നമ്പരും കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചാൽ ഈ ഒരു ജോലി ഈസി ആയിട്ട് തന്നെ കരസ്ഥമാക്കാൻ പറ്റും. ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് പഠനം തുടങ്ങുക. വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിയാൽ എക്സാം ആകുമ്പോൾ വളരെ അനായാസം നമുക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 600-ലധികം ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ ഏണസ്റ്റ് അക്കാഡമിക്ക് കഴിഞ്ഞു എന്നത് ഏണസ്റ്റ് അക്കാഡമിക്ക് ഏറെ അഭിമാനം നൽകുന്ന ഒരു നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാമിനേഷനുകളിൽ നമുക്ക് ഒരുമിച്ച് തയ്യാറെടുത്ത് ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.